ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. നമ്മുടെ ശരീരത്തിൽ വേസ്റ്റായി പുറത്തേക്ക് പോകുന്നതാണ് യൂറിക് ആസിഡ്. നമ്മൾ കഴിക്കുന്ന പല ആഹാരത്തിലും യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിച്ചാൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ബുദ്ധിമുട്ടിലേക്കും നയിക്കും. അതിനാൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലുള്ളവർ ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ യൂറിക് ആസിഡ് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ സാധിക്കും. യൂറിക് ആസിഡ് ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഓർഗൻ മീറ്റ്. പലർക്കും ആടിന്റെയും കോഴിയുടെയും അതുപോലെ ബീഫിന്റെയും ഒക്കെ കരൾ കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. എന്നാൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലുള്ള ഒരു ഇറച്ചിയാണ് കരൾ. അതിനാൽ നിങ്ങൾക്ക് അമിതമായി യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ മൃഗങ്ങളുടെ കരൾ കറി വെച്ചോ പൊരിച്ചോ സ്വാദോടെ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് നല്ലത്. ഇവ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് പിന്നെയും വർദ്ധിക്കും. അതിനാൽ ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. അടുത്തത് റെഡ് മീറ്റ്. പോർക്ക്, ബീഫ്, ആട് എന്നിവയിലെല്ലാം യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണ്. അതിനാൽ ഇത്തരം മാംസാഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ അളവിനെ പിന്നെയും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അതിനാൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ കൃത്യമായി ഒരു മാസം നിങ്ങൾ ഈ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത് നിർത്തിയാൽ ശരിക്കും ഫലം കണ്ടു തുടങ്ങും. അതായത് യൂറിക് ആസിഡ് കുറയാൻ തുടങ്ങും. അടുത്തത് ഷെൽഫിഷ്. കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പക്ഷേ യൂറിക് ആസിഡ് അമിതമായിട്ടുള്ളവർ ഇത്തരം മത്സ്യവിഭവങ്ങൾ കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഷെൽഫിഷ് കഴിക്കുമ്പോൾ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഷെൽഫിഷ് എന്ന് പറയുമ്പോൾ ഇതിൽ ഞണ്ട്, ചെമ്മീൻ, കക്ക ഇറച്ചി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. അതിനാൽ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മത്തി കഴിക്കുമ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മത്തിയിലും യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് മത്സ്യം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്പം മത്സ്യം കഴിക്കാവുന്നതാണ്. കൂടുതൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് പച്ചക്കറികൾ. ചില രോഗങ്ങൾക്ക് എല്ലാ പച്ചക്കറികളും നല്ലതല്ല. ഓരോ പച്ചക്കറികളിലും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങൾക്ക് ചില പച്ചക്കറികളുടെ ഉപയോഗം കുറയ്ക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് കൂൺ, ചീര, കോളിഫ്ലവർ എന്നിങ്ങനെയുള്ള പച്ചക്കറികൾ വളരെ ഇഷ്ടമുള്ളതാണെങ്കിൽ അതിന്റെ ഉപയോഗം യൂറിക് ആസിഡ് ഉള്ളവർ കുറയ്ക്കുക. ഈ പച്ചക്കറികൾ അമിതമായി കഴിക്കുന്നത് മൂലം നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ വർദ്ധിക്കാൻ കാരണമാകും. അതിനാൽ യൂറിക് ആസിഡ് കൂടുതലുള്ളവർ ഈ പച്ചക്കറികൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അടുത്തത് ഈസ്റ്റ് ചേർത്ത ആഹാരം. ഇന്ന് ആഹാരം പുളിപ്പിക്കാൻ ഈസ്റ്റ് അമിതമായി ചേർക്കുന്നുണ്ട്, അല്ലെ? സാധാ നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാൻ പോലും ഈസ്റ്റ് ഉപയോഗിക്കുന്നത് കാണാം. അതുപോലെ ബ്രെഡ്, റസ്ക്, കേക്ക് എന്നിവയിലെല്ലാം ഈസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ഈസ്റ്റ് ചേർത്ത് തയ്യാറാക്കുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവ നിങ്ങളുടെ ശരീരത്തിലെ യൂറിക് ആസിഡ് ലെവൽ വർദ്ധിക്കുന്നതിന് കാരണമാകും. അതിനാൽ ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക. അടുത്തത് മധുരം. അമിതമായി മധുരം ചേർത്ത ആഹാരങ്ങളും പലഹാരങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. അമിതമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കുന്നതിന് കാരണമാകും. കൂടാതെ ഇത്തരത്തിൽ ശരീരഭാരം വർദ്ധിക്കുന്നത് സന്ധിവാതത്തിലേക്ക് നയിക്കുകയും ചെയ്യും. യൂറിക് ആസിഡ് വർദ്ധിക്കുമ്പോൾ മിക്കവരും നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് സന്ധിവാതം. അതിനാൽ യൂറിക് ആസിഡ് ഉള്ളവർ മധുരം ഒഴിവാക്കുക. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും നിർത്തുക. ഇനി നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നുന്നുവെങ്കിൽ ചെറിയ അളവിൽ മാത്രം ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്പം മധുരം കഴിക്കാം. ഒരിക്കലും അമിതമായി മധുരം കഴിക്കരുത്. അടുത്തത് മദ്യപാനം. മദ്യപാനം മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. ശരീരത്തിൽ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കാൻ മദ്യപാനം ഒരു പ്രധാന കാരണമാണ്. അതിനാൽ നിങ്ങൾക്ക് അമിതമായി മദ്യപിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ സന്ധിവാതം മാത്രമല്ല, യൂറിക് ആസിഡ് വർദ്ധിക്കുന്നത് വഴി വൃക്കയിൽ കല്ല്, വൃക്ക ക്ഷയിക്കുക, ഹൃദ്രോഗം വരാനും മെറ്റബോളിക് സിൻഡ്രോം വരാനും പ്രമേഹം വരാനുമുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് മദ്യപാനം ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തരുത്. കാരണം ഈ ഭക്ഷണങ്ങൾ നിങ്ങൾ എത്രത്തോളം ഒഴിവാക്കുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യൂറിക് ആസിഡ് കുറയാൻ നിങ്ങളെ സഹായിക്കും. കൃത്യമായി 1-2 മാസം ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ കുറയുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. യൂറിക് ആസിഡ് കുറയുന്നതിന് മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നും ലഭിക്കില്ല. പക്ഷേ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധ ചെലുത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അസുഖം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്.